ഇരട്ട വോട്ടിനെതിരായ ഹർജി ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി എൻ ശ്രീനാഥാണ് ചേരുന്നത്. ശ്രീനാഥ്, 12 മണിയോടുകൂടി ഹർജി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എപ്പോഴാണ് കോടതി നടപടികൾ ഇതിലേക്ക് കടക്കുക? എന്തൊക്കെയാണ് ഹർജിയിലെ ആവശ്യങ്ങൾ, പ്രേരകർ? ഹർജി ഉടൻ തന്നെ പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ മരവിപ്പിക്കണം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. ഇരട്ട വോട്ടിനെതിരെ 5 വട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. വ്യാജ വോട്ട് ചേർക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണം എന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തെ 131 നിയമസഭാ മണ്ഡലങ്ങളിലായി 4,34,042 വ്യാജ വോട്ടുകളോ ഇരട്ട വോട്ടുകളോ ഉണ്ടെന്നാണ് രമേശ് ചെന്നിത്തല ഈ ഹർജിയിൽ പറയുന്നത്. ബൂത്ത് ലെവൽ സ്ക്രൂട്ടനി കമ്മിറ്റി നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തതല്ല, ഉദ്യോഗസ്ഥർ സംഘടിതമായി ചെയ്ത പ്രവൃത്തിയാണ്. അതിനാൽ ഇരട്ട വോട്ടുകൾ മരവിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണം എന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാജ വോട്ട് ചേർക്കാൻ ഒത്താശ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രമാണ് ഇതുവരെ നടപടിയെടുത്തത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ്. അതുകൊണ്ട് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ഒളിച്ചുകളി നടത്താതെ ശക്തമായ നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഇരട്ട വോട്ടുകളുണ്ടാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ്. സർവീസ് സംഘടനകളെ ഉപയോഗിച്ചാണ് തട്ടിപ്പിന് ശ്രമം നടക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥിയുടെ അരവോടിയല്ല ഇരട്ട വോട്ടെന്നും ഉദുമയിലെ കോൺഗ്രസ് അനുഭാവി കുമാരിയുടെ പേര് ചേർത്തത് കോൺഗ്രസുകാരല്ലെന്നുമാണ് വിശദീകരണം. കുമാരി അറിയാതെ കുമാരിയുടെ പേരിൽ 5 വോട്ടുണ്ടാക്കുന്നു. അതുപോലെ ശോഭാ സുബിൻ എന്ന കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥി അറിയാതെ അദ്ദേഹത്തിന്റെ പേരിൽ 4 വോട്ടുണ്ടാകുന്നു. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറി വോട്ടർ മാറ്റിയതാണ്. മാറ്റി ചേർത്തപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് തന്റെ വോട്ടുകൾ ക്യാൻസൽ ചെയ്യണമെന്ന്. അത് ക്യാൻസൽ ചെയ്തില്ല. ഇത് ന്യായമാണോ? ഇത് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി വേണ്ടേ? ഇത് വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ്. ഇത് തടഞ്ഞേ മതിയാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരവാദി എന്ന് ഞാനും പറയുന്നു. തെരഞ്ഞെടുപ്പിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അതുകൊണ്ട് നടപടിയെടുക്കണം. കോൺഗ്രസ് നേതൃത്വം ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട പരാതി നൽകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഈ അന്യായമായ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്നതിന് താമസം വിനായുള്ള നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രത്യേക പ്രതിനിധി സംഘം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ 12:30 മണിക്ക് കണ്ട് നേരിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ജനാധിപത്യ മനസ്സാക്ഷിയെ അങ്ങേയറ്റം മരവിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ഞെട്ടിപ്പിക്കുന്ന കാര്യമാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ച CPI. ഇരട്ട വോട്ടിന്റെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് CPI മുഖപത്രമായ ജനയുഗം എഡിറ്റോറിയൽ വിമർശിച്ചു. വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുകയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്. പ്രതിപക്ഷ നേതാവിനോടായാൽ പോലും ഇത്തരം നടപടി ശരിയല്ല. ഉദ്യോഗസ്ഥരാണ് ഗുരുതര വീഴ്ച വരുത്തിയതെന്നും ജനയുഗം മുഖപ്രസംഗം വിമർശിക്കുന്നു. ഗുരുവായൂരിൽ DSJP പാർട്ടി സ്ഥാനാർത്ഥി ദിലീപ് നായർക്ക് NDA പിന്തുണ. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ടുണ്ടാവും. തലശ്ശേരിയിൽ തീരുമാനം ഉടൻ ഉണ്ടാവുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയുടെ ജില്ലാ ഘടകം ശ്രീ ദിലീപ് നായരെ ദിലീപ് നായർക്ക് പിന്തുണ നൽകാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ ശുപാർശ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് പ്രഖ്യാപിക്കാനാവും. തലശ്ശേരിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട്. കുറച്ചുകൂടി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി തലശ്ശേരിയുടെ കാര്യത്തിലും തീരുമാനമാവും. BJPയുടെ പിന്തുണ സ്വാഗതം ചെയ്യുന്നു. വിജയപ്രതീക്ഷ ഉണ്ടെന്നും ദിലീപ് നായർ പ്രതികരിച്ചു. ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എന്നെ ഇപ്പോൾ BJP പരിഗണിക്കുന്നു സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന് പറയുന്നതിൽ സത്യത്തിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ പാർട്ടി നേതൃത്വങ്ങൾ BJP പാർട്ടി നേതൃത്വമായിട്ട് സംസാരിച്ചുകൊണ്ട് വരികയാണ്. അതിന് ഒരു തീരുമാനം ഇന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അറിയുന്നത്. അത് വളരെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്.
സുവിയാണ് ചേരുന്നത്. സുവിയും ഏതായാലും ഗുരുവായൂരിൽ BJP ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി എങ്ങനെയൊക്കെയാണ് തുടർ നടപടികൾ, പ്രചാരണങ്ങൾ, അതൊക്കെ സംബന്ധിച്ച് എന്താണ് അവർ പറയുന്നത്? ഗോപി, NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിലാണ് DSGFയെ പിന്തുണയ്ക്കാൻ ജില്ലാ നേതൃത്വം ചർച്ചകൾ തുടങ്ങിയത്. അവർ ആദ്യം തന്നെ അനുകൂല നിലപാടായിരുന്നു എടുത്തത്. നേരത്തെ BJPയുമായി NDAയുമായി സഖ്യം ചേരാൻ താൽപര്യം DSGP പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ BJPയിലെ ചില മുതിർന്ന നേതാക്കൾ ഇതിനെ എതിർത്തത് മൂലമാണ് അത് നടക്കാതെ പോയത്. ഏതായാലും ഗുരുവായൂരിൽ ദിലീപ് നായരെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുകയാണ്. പ്രചരണ പരിപാടികളും ആ രീതിയിലായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. DSGPയുടെ ടെലിവിഷൻ ചിഹ്നത്തിൽ ഉള്ള സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, ദിലീപ് നായരെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രവർത്തകർ രംഗത്തിറങ്ങുമെന്നും ഇന്ന് ഉച്ചയ്ക്ക് ഇക്കാര്യം ആവശ്യപ്പെടാനായി BJP പ്രവർത്തകരുടെ യോഗം RSS വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ സംസ്ഥാനത്ത്. പാലക്കാട് കോട്ടമൈതാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ് രാഹുൽ. അത് വിജയകരമായി കൈകാര്യം ചെയ്തതിന്റെ അനുഭവ സമ്പത്തുണ്ട്. The fastest economic growth that this country has ever seen came when UPA. പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ റോഡ് ഷോയിൽ രാഹുൽ പങ്കെടുക്കും. മലപ്പുറം ജില്ലയിലെ പൊന്നാനി, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾക്കായും രാഹുൽ വോട്ട് അഭ്യർത്ഥിക്കും. History of India, the fastest growth rate in India was under UPA. 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ കണക്കുകളല്ല, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, അദ്ദേഹത്തിന്റെ പര്യടനം ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി? ഗോപി, രാഹുൽ ഗാന്ധി ഇപ്പോൾ കോട്ടമൈതാനത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടമൈതാനത്ത് പാലക്കാട് മണ്ഡലത്തിലെയും മലമ്പുഴ, ചിറ്റൂർ മണ്ഡലത്തിലെയും പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ പ്രവർത്തകരെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത്. നോട്ട് നിരോധനവും GSTയും രാജ്യത്തിന്റെ നട്ടെല്ലൊടിച്ചു. ഇത് വലിയ പ്രശ്നമാണ്, ജനജീവിതം ഏറെ ദുരിതത്തിലാക്കി എന്ന് രാഹുൽ പറയുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ധനമില്ലാത്ത വാഹനം ഓടിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സർക്കാരുകൾ നടത്തുന്ന ഈ ഇത്തരം സമ്മാനങ്ങൾ നൽകിയല്ല ഭരണം നടത്തേണ്ടത്, അത് ഔദാര്യമായി കാണരുത്, ഓരോന്നും കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുക തന്നെ വേണം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ UDFന്റെ പ്രകടന പത്രികയിൽ കൃത്യമായി ന്യായ പദ്ധതിയെക്കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 72,000 രൂപ ഒരു വർഷം ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന പദ്ധതിയാണ് UDF നടപ്പിലാക്കുന്നത്. കേരളത്തിലെ എല്ലാ കർഷകർക്കും മിനിമം വില ഉൾപ്പെടെ നൽകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ മറ്റ് വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നു. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉദ്യോഗാർത്ഥികൾക്ക് മുട്ടിലിഴയേണ്ട ഗതികേടാണ് ഉണ്ടായിട്ടുള്ളത്. UDF അധികാരത്തിൽ വന്നാൽ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ വിമർശനം ഉന്നയിക്കുന്നു. BJPക്ക് സ്വാധീനമുള്ള മേഖലയായതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ഈ പ്രസംഗം കൂടുതലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനത്തിനാണ് രാഹുൽ ഗാന്ധി ഊന്നൽ നൽകിയിട്ടുള്ളത്. ശരി. ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട മന്ത്രിമാരായ EP ജയരാജൻ, മേഴ്സിക്കുട്ടിയമ്മ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി EMGC ഡയറക്ടർ ഷിജു വർഗീസ്. സംസ്ഥാന സർക്കാർ ഏറെ താൽപര്യത്തോടെയാണ് പദ്ധതിയെ കണ്ടത്. മന്ത്രിസഭായോഗത്തിന്റെ അനുമതി ആവശ്യപ്പെട്ടപ്പോൾ അനുകൂല പ്രതികരണമാണ് EP ജയരാജനിൽ നിന്നും ഉണ്ടായത്. മേഴ്സിക്കുട്ടിയമ്മ തുടർച്ചയായി നുണ പറയുകയാണെന്നും ഇതിനെതിരെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും ഷിജു വർഗീസ് ന്യൂസ് 18നോട് പറഞ്ഞു. കേരള സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതിയായതിനാൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ രാഷ്ട്രീയം കലർത്തുകയാണെന്നും ഷിജു വർഗീസ് ആരോപിച്ചു. മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ്, അതായത് വകുപ്പ് മന്ത്രിയെ ന്യൂയോർക്കിൽ കാണുന്നു, അവർ നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്യുന്നു, നമ്മൾ ആധികാരികമായിട്ട് ഇവിടെ കൊടുക്കുന്നു, അന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു, ഇതെല്ലാം ഗ്രീൻ സിഗ്നലായിട്ട് മുന്നോട്ട് പോവുകയാണ്. മേഴ്സിക്കുട്ടിയമ്മയെ കണ്ട ശേഷമായിരുന്നു V മുരളീധരനുമായുള്ള കൂടിക്കാഴ്ച ന്യൂയോർക്കിൽ? മേഴ്സിക്കുട്ടിയമ്മ ഇതിനു മുമ്പ് കണ്ടതാണ്. ഡെപ്യൂട്ടി എക്സ്റ്റേണൽ മിനിസ്റ്റർ ന്യൂയോർക്കിൽ വന്ന സമയത്ത് ഞാനും ഹൈ പ്രൊഫൈലായിട്ടുള്ള ഡുവാൻ ജെറൻസറും, മനസ്സിലായില്ലേ, നേരിട്ട് പോയി കൗൺസിലിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് ന്യൂയോർക്കിൽ റൗണ്ട് ദ ടേബിളിൽ 1 മണിക്കൂറോളം ഈ പദ്ധതിയെക്കുറിച്ച് ഈ V മുരളീധരനായ ഡെപ്യൂട്ടി എക്സ്റ്റേണൽ മിനിസ്റ്ററെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. സത്യമാണ്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വകുപ്പിന്റെ മന്ത്രിയായ മുഖ്യമന്ത്രി അറിയാതെ, വകുപ്പ് സെക്രട്ടറി അറിയാതെ
ഏതോ ഒരു ഉദ്യോഗസ്ഥൻ പണ്ട് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് കൊണ്ട് അയാൾ സർക്കാരിനെ ചീത്തയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഗൂഢാലോചനയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നട്ടാൽ കുരുക്കുന്ന പച്ച കള്ളം കേരളത്തിലെ മുഖ്യമന്ത്രി പറയുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നതോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കും കീറച്ചാക്കും ഒരുപോലെയാണെന്ന് വന്നിരിക്കുന്നു. ഇത്ര കള്ളം പറയാൻ മടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുമോ? എത്ര തരംതാണ നിലയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത്? ഇപ്പൊ പറയുന്നത് എന്താ, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന് പങ്കുണ്ട്. ഉണ്ടെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഞാൻ തയ്യാറാണ്. ഞാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? നിഷ്പക്ഷവും നീതിപൂർവ്വ അന്വേഷണം നടത്തിയാൽ മേഴ്സിക്കുട്ടിയും പിണറായി വിജയനും പ്രതിസ്ഥാനത്ത് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കള്ളം പറയുന്നതിനൊരു അതിരുണ്ട്. മുഖ്യമന്ത്രിയെ 2 തവണ ഇവർ കണ്ടിരുന്നു. പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കറിയില്ലെന്നാണ് പറഞ്ഞത്. ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടപടികൾക്ക് തുടക്കമായി. 80 വയസ്സിന് മുകളിലുള്ളവർക്കും കോവിഡ് രോഗികൾക്കും ഇന്നു മുതൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. പല ജില്ലകളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യമായാണ് ആബ്സെന്റീസ് വോട്ടിംഗ് സംവിധാനം നടപ്പാക്കുന്നത്. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നു. ആദ്യം കണ്ണൂരിൽ നിന്നും മനുവരത്തിന്റെ റിപ്പോർട്ടാണ്. കണ്ണൂർ ജില്ലയിൽ ഈ ആബ്സെൻറ്റി വോട്ടർമാരുടെ വോട്ട് രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലേക്കുള്ള വോട്ടർമാരെയാണ് ആദ്യം സമീപിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അവർക്കുള്ള പോളിംഗ് മെറ്റീരിയൽസാണ് ഈ കണ്ണൂർ ജില്ലാ കലക്ടറേറ്റുള്ള സപ്ലൈ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യുന്നത്. ഇവർക്ക് വേണ്ട സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥർ, അത് പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള വോളണ്ടിയേഴ്സ്, പോളിംഗ് ഉദ്യോഗസ്ഥർ, ഇവർക്ക് തന്നെ എല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷമാണ് ഇവിടെ നിന്നും ഇവർ യാത്ര തിരിക്കുക. കല്യാശ്ശേരി മണ്ഡലത്തിൽ ആണ് ആദ്യം ഘട്ടത്തിൽ ഇന്ന് ഉദ്യോഗസ്ഥർ എത്തി ആളുകളെ കണ്ട് അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. 80 വയസ്സിന് മുകളിലുള്ളവർ, അതുപോലെ 80 വയസ്സിന് മുകളിലുള്ളവർ, അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ, കോവിഡ് ബാധിതർ, അത്തരത്തിൽ ഉള്ള ആളുകളുടെ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്താനുള്ളൊരു ശ്രമം ആണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ഇതിനുവേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 40,000-ഓളം അത്തരം വോട്ടുകൾ ജില്ലയിലെ വിവിധ മണ്ഡലത്തിൽ നിന്ന് ഉണ്ട് എന്നാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ വോട്ടുകളും ഒക്കെ ഉണ്ട്. അത്തരത്തിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നവരെ കൂടാതെ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ അല്ലാതെ തന്നെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇത് കുറ്റമറ്റ രീതിയിൽ ഈ നടപടിക്രമം നടത്തുന്നതിനായുള്ള ശ്രമങ്ങൾ ആണ് കണ്ണൂർ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ കണ്ണൂർ കല്യാശ്ശേരിയിൽ ഇത് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നു. മറ്റ് മണ്ഡലങ്ങളിലേക്കും ഉടനെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഉദ്യോഗസ്ഥർ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇവിടുന്ന് കൈപ്പറ്റി ഇപ്പോൾ അവരുടെ വാഹനങ്ങളിൽ കയറുകയും പോളിംഗ് സാമഗ്രികൾ പരിശോധിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി കൊച്ചിയിൽ നിന്നും അനീഷ് കുമാർ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് നടപടികൾ അക്ഷരാർത്ഥത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആബ്സെൻറ്റീസ് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് ഈ പ്രായാധിക്യം മൂലവും അല്ലെങ്കിൽ വിഭിന്നശേഷിയുള്ള ആളുകൾക്കും മറ്റ് ഗുരുതരമായ രോഗബാധിതരായ ആളുകൾക്കും പോളിംഗ് ബൂത്തുകളിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നവർക്ക് അവരുടെ വീടുകളിലേക്ക് പോളിംഗ് ബൂത്തുകൾ എത്തിപ്പെടുക എന്നതാണ് ഈ ആബ്സെൻറ്റീസ് വോട്ടിംഗ് സംവിധാനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ബാലറ്റ് പേപ്പറുകളും മറ്റ് അനുബന്ധ സാമഗ്രികളുമൊക്കെയായി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം വീടുകളിലേക്ക് പുറപ്പെടുന്നു. അതിൽ മൈക്രോ ഒബ്സർവർമാർ കാണും, ബൂത്ത് ലെവൽ ഓഫീസർമാർ കാണും, പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണും, വീഡിയോഗ്രാഫർമാർ കാണും എന്നിങ്ങനെ 5 ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഒരു വാഹനത്തിൽ പോവുക. ഒരു ബൂത്തിൽ ഏതാണ്ട് 120-ലധികം വോട്ടർമാർ ഉള്ളതായാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ സംഘവും ഓരോ നിയോജകമണ്ഡലത്തിലെയും പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് പോകും. അവർ മാർച്ച് 17 മുമ്പ് ഇത്തരത്തിൽ വോട്ട് ചെയ്യണമെന്ന് കാട്ടി അപേക്ഷ നൽകിയ ആളുകളെയാണ് ഇത്തരത്തിൽ ഈ സംവിധാനത്തിന് ആബ്സെൻറ്റീസ് വോട്ട് സംവിധാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവരാണ് വീടുകളിൽ പോവുക. വീടുകൾക്കുള്ളിൽ പോയി സുരക്ഷിതമായ അല്ലെങ്കിൽ മറ്റ്
സുതാര്യമായ രീതികളിലൂടെയാണ് വോട്ടുകൾ അവർ രേഖപ്പെടുത്തുക. ഇത് കൃത്യമായി സുതാര്യമായാണോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് വിലയിരുത്തുന്നതിനുള്ള വീഡിയോഗ്രാഫി സംവിധാനം, ഈ വോട്ടുകൾ കൃത്യമായി ചിത്രീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റും ആളുകൾക്ക് വേണമെങ്കിൽ ഈ വോട്ട് ചെയ്യുന്നത് നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ വീടിനുള്ളിലേക്ക് ഒരാളെയും കടത്തിവിടില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമായ പട്ടിക അനുസരിച്ച് ഏറ്റവും അധികം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും മറ്റ് പ്രായാധിക്യങ്ങൾ മൂലം ഇറങ്ങി പുറത്തുപോയി വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളുമാണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഇരിക്കുന്ന ഈ മൈക്രോ ഒബ്സർവർമാർ അടക്കമുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. മാഡം, എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് നിങ്ങൾ നോക്കിക്കാണുന്നത്? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് തന്നതനുസരിച്ച് തന്നെ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്? ഇപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ 7 അംഗങ്ങളാണ്. അതിനകത്തൊരു മൈക്രോ ഒബ്സർവർ, ഒരു പോളിംഗ് ഓഫീസർ, ഒരു പോളിംഗ് അസിസ്റ്റന്റ്, ഒരു വീഡിയോഗ്രാഫർ, ഒരു പോലീസ് ഓഫീസർ, പിന്നെ ഡ്രൈവർ. ഇങ്ങനെ ഒരു വണ്ടിയിലാണ് എല്ലാവരും കൂടെ പോകുന്നത്. അതിൻ്റെ കൂടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും. അവരാണ് ശരിക്കും നമ്മളെ ഒന്ന് വഴി കാണിച്ചു തരാനുള്ളവർ അവരാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവരുടെ കൂടെ പോകുന്നു. നമ്മൾ ഓരോ വീടുകൾ ഇന്നലെ തന്നെ ഓൾറെഡി ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. 1, 2, 3 ഏത് വീട്ടിൽ ആദ്യം കയറണം, പിന്നെ ഏത് വീട്ടിൽ കയറണം എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം ഓരോ വീട്ടിലൊരു ടൈമും നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു കണക്ക് കൂട്ടി അതനുസരിച്ച് നമ്മൾ ആ വീടുകളിൽ പോകുന്നു. വോട്ടിംഗ് രേഖപ്പെടുത്താൻ കയറുന്നത് പോളിംഗ് ഓഫീസറും പോളിംഗ് അസിസ്റ്റൻറ്റുമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, വോട്ട് ചെയ്യിപ്പിക്കുന്നു. അത് കൃത്യമായി ഭദ്രമായി അതിൻ്റേതായ കവറുകളിലിട്ട് വയ്ക്കുന്നു. പിന്നെ അടുത്ത വീട്ടിലേക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു. ആർക്കെങ്കിലും വീട്ടിലുള്ളവർക്ക് കാണാൻ പറ്റും വോട്ട് ചെയ്യുന്നത്? അതോ ഇല്ല, നമ്മൾ അതിനു വേണ്ടിയുള്ള നമ്മൾ സാധാ ഒരു വോട്ട് ചെയ്യുമ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്താണല്ലോ, അതേ കമ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്ത് തന്നെയാണ്. ഒരു കാർഡ്ബോർഡ് വെച്ച് നമ്മൾ ചെയ്യുമല്ലോ, അതേ കമ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നത്. ഇപ്പോൾ കിടപ്പ് രോഗികളാണെങ്കിൽ പോലും ആ പ്രൈവസി. മനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ ഇലക്ട്രൽ ബോണ്ട് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ സുപ്രീം കോടതി തള്ളി. ഇടക്കാല സ്റ്റേ വേണമെന്ന സന്നദ്ധ സംഘടനയുടെ ആവശ്യമാണ് ചീഫ് ജസ്റ്റിസ് ബോഗ്ഡെ അധ്യക്ഷനായ ബെഞ്ച് നിരസിച്ചത്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരുന്നു. ഏപ്രിൽ 1 മുതൽ 10 വരെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾക്ക് അനുമതി നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ മുഖേന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയായിരുന്നു സ്റ്റേ ആവശ്യപ്പെട്ടത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതയും പ്രവർത്തനത്തിലെ പോരായ്മയും സെക്രട്ടേറിയറ്റ് വിലയിരുത്തും. കിറ്റ് വിവാദം അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള തന്ത്രങ്ങൾക്കും യോഗം രൂപം നൽകും. ദിവ്യാരുണാണ് ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? സംസ്ഥാനത്തെ ഇടതുമുന്നണിക്ക് തുടർഭരണ സാധ്യതയെന്ന് വളരെ നേരത്തെ CPM വിലയിരുത്തിയതാണ്. ഇപ്പോൾ വരുന്ന സർവേകളും ഒക്കെ അത് ശരിവയ്ക്കുന്നതുമാണ്. എങ്കിലും ഈ സർവേകളിലെ അനുകൂല നിലപാടുകൾ ഒരു അമിത ആത്മവിശ്വാസമായി മാറരുതെന്ന നിർദ്ദേശം നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഓരോ ജില്ലയിലെയും സാഹചര്യമാണ്. നേതാക്കൾ ജില്ലയിലെ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. എവിടെയെങ്കിലും പ്രവർത്തനത്തിൽ പോരായ്മയുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നേതാക്കളുടെ കേന്ദ്രീകരണം മറ്റും ആവശ്യമുണ്ടെങ്കിൽ അത്തരം നടപടികൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്ത് നടപ്പാക്കാൻ നിർദ്ദേശം നൽകും. മറ്റൊന്ന് വിവാദങ്ങളാണ്. സർക്കാരിനെതിരെ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അത് വലിയ പ്രശ്നം ചെയ്യില്ലെന്ന് CPM വിലയിരുത്തുന്നു. പക്ഷേ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം ഓരോ ദിവസവും ചൂടുപിടിക്കുകയാണ്. സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായ തെളിവുകളടക്കം രംഗത്ത് വരുന്നു. ഇതെങ്ങനെ മറികടക്കാമെന്ന കാര്യം യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. മറ്റൊന്ന് ഗോപി സൂചിപ്പിച്ച പോലെ കിറ്റ് വിവാദമാണ്. കിറ്റിനെ എതിർക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി മറികടക്കാം, അല്ലെങ്കിൽ ജനങ്ങൾ അതൊരു പ്രതിപക്ഷത്തിനെതിരായ ഒരു വികാരമായി ജനങ്ങൾ രൂപപ്പെടുമെന്ന പ്രതീക്ഷയാണ് CPM-നുള്ളത്. അതിനുള്ള തുടർ നടപടികളും ചർച്ച ചെയ്യും. ശരി, കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. സൗജന്യ കിറ്റ് തുടങ്ങിയത് UDF സർക്കാർ ആണെന്ന് ഉമ്മൻചാണ്ടി. ഓണം, ക്രിസ്മസ്, റംസാൻ കാലത്താണ് കിറ്റ് കൊടുത്തിരുന്നത്. ഈ സർക്കാരിനോട് തുടരാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് തള്ളുകയാണ് ഉണ്ടായതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഫ്രീ കിറ്റ് തുടങ്ങിയത് UDF ഗവൺമെന്റാണ്. ഓണം, ക്രിസ്മസ്, റംസാൻ ഈ 3 വിശേഷ അവസരങ്ങളിൽ ഫ്രീ കിറ്റ് UDF ഗവൺമെൻറ് കൊടുത്തിരുന്നു. ഈ ഗവൺമെൻറ്റിനോട് ആ ഫ്രീ കിറ്റ് തുടരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഒരു കാരണവും പറയാതെ നിരസിച്ചു. പിന്നെ അവർ പറഞ്ഞത്
വെള്ളപ്പൊക്കം വന്നു, നാശനഷ്ടമുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ തന്നില്ല എന്നുള്ളത്. ഏതായിരുന്നാലും UDF തുടങ്ങി വെച്ച ഫ്രീ കിറ്റ് ആ വിശേഷാൽ ഉള്ള ദിവസങ്ങളിൽ കൊടുക്കുക എന്നുള്ള ആവശ്യം യാതൊരു പരിഗണനയുമില്ലാതെ തള്ളിയവരാണ്. പിണറായി സർക്കാർ തുടരുന്നത് സർവനാശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. AK ആന്റണിയുടെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർ ഭരണം വന്നാൽ പിണറായിയെ PBക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ആന്റണി പറഞ്ഞത് CPM-നെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണെന്നും യെച്ചൂരി പറഞ്ഞു. Well, the people will decide whether it is a disaster if the LDF continues or not. The people so far have decided that it is the best for the people, for the state, to have the continuation of the LDF government. That is very clearly visible. He has no idea how the CPIM functions. And that is why, whatever he said is completely unrelated to the manner in which the CPIM as a party functions. MLA-യുടെ ആദ്യ നിരാഹാരം. നിയമസഭയ്ക്ക് മുന്നിൽ ആദ്യം നിരാഹാരമിരുന്നത് P. ഗോപാലൻ MLA. കോൺഗ്രസിലെ ഗോപാലന്റെ നിരാഹാരം അതേ പാർട്ടിയുടെ PT ചാക്കോയ്ക്കെതിരെ. P. ഗോപാലൻ മാടായിൽ നിന്നുള്ള കോൺഗ്രസ് MLA. സമരം ആഭ്യന്തരമന്ത്രി ചാക്കോയുടെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെന്ന പരാമർശത്തിൽ. കേരള കോൺഗ്രസ് രൂപീകരണത്തിലേക്ക് നയിച്ചത് P. ഗോപാലന്റെ സമരം. ഗോപാലന്റെ സമരം KPCC പ്രസിഡന്റ് CK ഗോവിന്ദൻ നായരുടെ പിന്തുണയോടെ. അമിത്ഷാ കേരളത്തിൽ വന്നത് CPM-നെ ജയിപ്പിക്കാനാണെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. BJP-യും CPM-ഉം നടന്നത് വ്യാജ ഏറ്റുമുട്ടൽ ആണെന്നും വേണുഗോപാൽ ആരോപിച്ചു. ഇവിടെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അത് ശരിവെക്കുന്ന പ്രസ്താവനയായിരുന്നു പ്രധാനമന്ത്രി ബംഗാളിൽ നടത്തിയതും. കോൺഗ്രസിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ അമിത്ഷാ ഇവിടെ വന്നിരിക്കുന്ന അമിത്ഷാ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ വന്നത് തന്നെ CPM-നെ ജയിപ്പിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് വ്യക്തമായിട്ട്. സർക്കാരിന് പിന്തുണയുമായി കാന്തപുരം AP വിഭാഗം. തുടർ ഭരണം നാടിന്റെ വികസനത്തിന് നല്ലതാണെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. സർക്കാരുമായി ഊഷ്മള ബന്ധമാണുള്ളത്. മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനയല്ല മുസ്ലിം ലീഗ്. സമുദായത്തെ വിഭജിക്കുകയാണ് ലീഗ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് വളരെ ഊഷ്മളമായ ബന്ധമാണ് ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഗവൺമെൻറ്റുകൾ ഓരോ ടേമിലും മാറി വരണം എന്നൊരു നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭരണ തുടർച്ചയുണ്ടാകുന്നത് നാടിൻ്റെ പൊതുവികസനത്തിന് ഗുണപരമായിട്ട് തന്നെയാണ് വരിക എന്നാണ് മനസ്സിലാക്കേണ്ടത്. വോട്ട് കുറഞ്ഞും കൂടിയും 1982-ൽ BJPക്ക് കേരളത്തിൽ കിട്ടിയത് 2.7% വോട്ട്. 1987-ൽ 5.65% വോട്ട് ഇരട്ടിച്ചു. 1991-ൽ വോട്ട് വിഹിതം 4.76% കുറഞ്ഞു. 2006 വരെ വോട്ട് വിഹിതം 5% അടുത്തു മാത്രം. 1987-ലെ നിലയിലേക്ക് വോട്ട് ഉയർന്നത് പിന്നീട് 2011-ൽ മാത്രം. 2011-ൽ ലഭിച്ച 6.03% 2016-ൽ 15.4%. രാജ്യത്ത് കോവിഡ് പ്രതിദിന വർധന 60,000-ലേക്ക്. മരണനിരക്കും കുതിച്ചുയരുന്നു. അതേസമയം കുട്ടികൾക്കായുള്ള കോവിഡ് വാക്സിന്റെ പരീക്ഷണം തുടങ്ങി. 6 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനയാണ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്തുണ്ടായത്. 10 സംസ്ഥാനങ്ങളിൽ പ്രതിദിന വർധന 1000-ന് മുകളിലെത്തി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 59,118 പേരിൽ 35,952 പേരും മഹാരാഷ്ട്രയിലാണ്. മരണസംഖ്യയിലും രാജ്യത്ത് വൻ വർധനയാണ് ഇന്നലെയുണ്ടായത്. 257 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 24 മണിക്കൂറിനിടെ മഹാരാഷ്ട്രയിൽ മാത്രം 111 മരണം. പഞ്ചാബിൽ 35 പേരും ഛത്തീസ്ഗഡിൽ 15 പേരും മരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.5% വർദ്ധിച്ചു. ഇതിനിടെയാണ് കുട്ടികൾക്കായുള്ള വാക്സിൻ പരീക്ഷണ വിവരങ്ങൾ ഫൈസർ പുറത്തുവിട്ടത്. 6 മാസം മുതൽ 11 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി വാക്സിൻ ഒരുക്കുകയാണ് ലക്ഷ്യം. ബയോടെക്കും ഫൈസർ കമ്പനിയും ചേർന്നാണ് വാക്സിൻ തയ്യാറാക്കുന്നത്. നിലവിലുള്ള വാക്സിനിൽ നേരിയ മാറ്റം വരുത്തിയാണ് കുട്ടികൾക്കുള്ള വാക്സിൻ ഒരുക്കുന്നത്. വാക്സിൻ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഫലങ്ങളെ സംബന്ധിച്ച പഠനം തുടങ്ങിയതായി ഫൈസർ കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുംബൈയിൽ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ മരണം 9ആയി. 15 പേർക്ക് പൊള്ളലേറ്റു.
ബാണ്ടൂബ് മേഖലയിലെ സൺറൈസ് ആശുപത്രിയിൽ പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. 5:30 തീയണച്ചതായി അഗ്നിശമന സേന അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ട്. കോവിഡ് രോഗികളടക്കം 70ഓളം പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നത്. പൊള്ളലേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. കർഷക സംഘടനകളും ട്രേഡ് യൂണിയനുകളും ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് തുടരുന്നു. വൈകുന്നേരം 6 വരെയാണ് ഭാരത് ബന്ദ്. ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ബന്ദ് ജനജീവിതത്തെ ബാധിച്ചു. റോഡ്, റെയിൽ ഗതാഗതം സ്തംഭിച്ചു. കർഷക സമരം തുടരുന്ന സിംഗു, തുക്രി, ശംഭു, ഗാസിപ്പൂർ അതിർത്തികളിൽ കർഷകർ വാഹനങ്ങൾ തടഞ്ഞു. വിശാഖപട്ടണത്ത് ഇടത് സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. അംബാലയിൽ GT റോഡ് കർഷകർ ഉപരോധിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ബന്ദിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൃഷി നിയമത്തിനെതിരെ അതിർത്തികൾ ഉപരോധിച്ചുകൊണ്ടുള്ള കർഷക സമരം 4 മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഭാരത് ബന്ദ് നടത്തുന്നത്. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട UDF ഇടുക്കി ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. KSRTC ബസ്സുകളും ടാക്സികളും സർവീസ് നടത്തുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുകയാണ്. ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഹർത്താലെന്ന് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാവശ്യപ്പെട്ട വയനാട്ടിൽ പോസ്റ്റർ. വയനാട് തൊണ്ടൻനാട് മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പോസ്റ്ററുകൾ കണ്ടത്. ജനകീയ യുദ്ധത്തെ ശക്തിപ്പെടുത്തുക, കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വത്തിനും CPMന്റെ അവസരവാദ രാഷ്ട്രീയത്തിനും ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ ഫാസിസത്തിനുമെതിരെ ചെറുക്കാൻ കഴിയില്ല എന്നും പോസ്റ്ററിൽ പറയുന്നു. പ്രദേശത്തെ കച്ചവടക്കാരായ അലി, ടോമി, റഹ്മാൻ എന്നിവർ കർഷകരെ ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്നും കർഷകർക്ക് ന്യായവില നൽകണമെന്നും പോസ്റ്ററിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കാസർഗോഡ് മഞ്ചേശ്വരത്ത് പോലീസ് വാഹനത്തിന് നേരെ വെടിവെപ്പ്. നാട്ടുകാർക്ക് നേരെ ഒരു സംഘം തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന വിവരത്തെ തുടർന്ന് അന്വേഷിച്ചു പോയ പോലീസിനു നേരെയായിരുന്നു ആക്രമണം. വാഹനം വഴിയിൽ ഉപേക്ഷിച്ച സംഘം രക്ഷപ്പെട്ടു. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ബൈജു ചേരുന്നു. ബൈജു, ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ഗോപി, മഞ്ചേശ്വരത്തിന് സമീപം മിയ പദവിലാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ രാത്രി അക്രമ സംഭവത്തിൽ 4 പേരുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. വെടിവെപ്പ് ഉണ്ടാവുക, അതും പോലീസിന് നേരെ വെടിവെപ്പ് ഉണ്ടാവുക, അവർ വാഹനം ഉപയോഗിച്ച് രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. കാരണം കാസർഗോഡാണ് സംഭവം. വിവരങ്ങളുമായി ബൈജു ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചേർന്നപ്പോൾ ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല. അല്പസമയത്തിനകം കൂടുതൽ വിവരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അക്രമ സംഭവത്തിൽ 4 പേരുണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടു എന്നും പറയുന്നു. എത്തരം ആയുധമാണ് ഉപയോഗിച്ചത്, ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ, എന്താണ് സംഭവം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വ്യക്തമായി വരുന്നേ ഉള്ളൂ. ഏതായാലും അക്രമി സംഘം പോലീസിനു നേരെ വെടിവെപ്പ് നടത്തി. നാട്ടുകാർക്ക് നേരെയും തോക്കുകൊണ്ട് വെടിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നവർക്ക് നമുക്കിതിലേക്ക് വരാം. കോവിഡ് വ്യാപനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ സന്ദർശനത്തിന് തുടക്കം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെത്തി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം. മോദിയുടെ സന്ദർശനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള മോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനം പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് പരാതി. എന്നാൽ പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് BJPയും പ്രതികരിച്ചു. തൊടുപുഴയിൽ തന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിനൊപ്പം 2 ഇല ചിഹ്നം ഒട്ടിച്ചതിൽ വിമർശനവുമായി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. ഇത്തരം നടപടിയിൽ നിന്ന് ഇടതുമുന്നണി പ്രവർത്തകർ പിന്മാറണമെന്ന് PJ ജോസഫ് ആവശ്യപ്പെട്ടു. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധം പോസ്റ്റർ ഒട്ടിച്ചത് UDF പ്രവർത്തകർ ആണെന്ന് LDF സ്ഥാനാർത്ഥി കെ ആന്റണി പറഞ്ഞു. ചിഹ്നം സംബന്ധിച്ച തർക്കങ്ങൾക്കൊടുവിൽ 2 ഇല കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് അനുവദിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ തീരുമാനം. തുടർന്നാണ് PJ ജോസഫ് ചെയർമാനായ കേരള കോൺഗ്രസിന് ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ലഭിച്ചത്. തൊടുപുഴയിൽ UDF സ്ഥാനാർത്ഥിയായ PJ ജോസഫിന്റെ പോസ്റ്ററുകളിൽ ആദ്യം ചിഹ്നം നൽകിയിരുന്നില്ല. ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നമായി അനുവദിച്ചതിന് പിന്നാലെയാണ് പോസ്റ്റർ വിവാദം ഉയർന്നത്. തന്റെ പോസ്റ്ററുകൾക്ക് സമീപം തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധം LDF പ്രവർത്തകർ 2 ഇല ചിഹ്നം ഒട്ടിക്കുകയായിരുന്നുവെന്ന് PJ ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മളുടെ പരസ്യത്തിൻ്റെ അവിടെ കൊണ്ടുപോയി അവർ ചിഹ്നം വഹിക്കുന്നത് ഒരു ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് അങ്ങനെ ചെയ്യുന്നത്.
രണ്ടിലെ ചിഹ്നം ഒട്ടിച്ചത് UDF പ്രവർത്തകരാണെന്നാണ് LDFന്റെ ആരോപണം. വില കുറഞ്ഞ തെരഞ്ഞെടുപ്പ് തന്ത്രം UDF ഉപയോഗിക്കുകയാണെന്നും LDF സ്ഥാനാർത്ഥി KI ആന്റണി. അത് അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ ചെയ്യുന്നതാണ്. അത് അവർ തന്നെ അടിച്ചൊട്ടിക്കുന്നതാണ്. അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സിജോ വി ജോൺ, ന്യൂസ് 18 ഇടുക്കി. വികസനം തന്നെയാണ് തിരൂരിലെ ചർച്ചാ വിഷയം. ഇടത് വലത് മുന്നണികൾക്ക് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടാൻ നിരവധി കാര്യങ്ങളുണ്ട്. UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീനും LDF സ്ഥാനാർത്ഥി ഗഫൂർ P. ലിലീസിനൊപ്പം കാലിക്കറ്റ് സർവകലാശാല മുൻ VC M. അബ്ദുൽ സലാമും NDAയ്ക്ക് വേണ്ടി മത്സരരംഗത്തുണ്ട്. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് തിരൂരിന്റെ തിരുമുറ്റത്തും ജനവിധി തേടുന്ന നാം അറിയുന്ന നമ്മെ അറിയുന്ന ഈ മണ്ണും മനസ്സും ഒരുപോലെ നെഞ്ചേറ്റിയ നായകൻ കുറുക്കോളി മൊയ്തീൻ. കുറുക്കോളി മൊയ്തീന്റെ പ്രചരണം പുലർച്ചെ സുബഹി നിസ്കാരം മുതൽ തുടങ്ങും. പള്ളികളിലും നാട്ടിലെ പ്രമുഖരുടെ വീടുകളിലുമെല്ലാം സന്ദർശനം. അതിനുശേഷം പഞ്ചായത്തുകളിലൂടെ വാഹന പ്രചരണം. മണ്ഡലം മികച്ച ഭൂരിപക്ഷത്തോടെ നിലനിർത്തുമെന്ന് കുറുക്കോളി മൊയ്തീൻ. ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനമാണ് പ്രധാനം. സി മമ്മൂട്ടി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് വളരെയേറെ നേട്ടങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചിലതൊക്കെ മുടങ്ങിപ്പോയി. ഉദാഹരണത്തിന് 3 മേൽപ്പാലങ്ങൾ ഉൾപ്പെടെയുള്ളത് അതൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. തുടർ വികസന പ്രവർത്തനങ്ങൾ സംവിധാനം ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് UDF ഇവിടെ ജയിക്കും. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയതാണ് ഗഫൂർ P. ലിലീസ്. ചന്ദനക്കാവ് ക്ഷേത്രത്തിലെത്തിയാണ് ഗഫൂർ P. ലിലീസ് ആദവനാട് പഞ്ചായത്തിലെ പ്രചരണം തുടങ്ങിയത്. കഴിഞ്ഞ തവണ 7061 വോട്ടിനാണ് ഗഫൂർ P. ലിലീസ് തോൽവി എറിഞ്ഞത്. അന്ന് സ്വതന്ത്ര ചിഹ്നമായിരുന്നെങ്കിൽ ഇക്കുറി ചുറ്റിക അരിവാൾ നക്ഷത്രത്തിലാണ് മത്സരം. തിരൂരിലെ വികസന മുരടിപ്പ് തന്നെയാണ് മുഖ്യ പ്രചരണ വിഷയം. തിരൂരിൽ നൂതനമായിട്ടുള്ള വികസന കാഴ്ചപ്പാട് ഉണ്ടാവണം, ദീർഘവീക്ഷണം ഉണ്ടാവണം. ഇവിടെ എല്ലാം സാധ്യവും അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ പറയുന്നത് എന്താ, അറബിക്കടലിനെ വഴി തിരിച്ചു വിടണമെന്നും നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ ഭാരതപ്പുഴയിലെ വെള്ളം വറ്റിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ നാടിൽ വികസനം ഉണ്ടാവണം. അത് തീർച്ചയായും അതിനുള്ള പരിശ്രമം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നടത്തിയാൽ സാധ്യമാകും. അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ്. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ M. അബ്ദുൽ സലാമാണ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് ഇത്രയും ഒരു നല്ല ഒരു പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയും വേണം. ഡൽഹിയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്തും ഒരു BJPയും NDA ഗവൺമെൻറ് വേണം. എന്നാലേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അതിനുവേണ്ടി 5 കൊല്ലത്തേക്ക് നിങ്ങൾ മാറ്റി ചിന്തിച്ച് ഒരു പുതിയ ഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ട് ഇത്തവണ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. 2006 പോലെ ഒരു അട്ടിമറ ജയത്തിനാണ് തിരൂരിൽ LDF പരിശ്രമിക്കുന്നത്. മറുവശത്ത് എന്തു വില കൊടുത്തും മണ്ഡലം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് UDF. തിരൂരിൽ നിന്നും അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കോവിഡ് കാലത്തും നല്ല നാളെയുടെ പ്രതീക്ഷ നിലനിർത്തിയ പരിപാടിയായിരുന്നു ബൈജൂസ് യങ് ജീനിയസ്. ഫെബ്രുവരിയിൽ തുടങ്ങിയ ബൈജൂസ് യങ് ജീനിയസ് ആദ്യ സീസണിലൂടെ മുതിർന്നവരെ പോലും അത്ഭുതപ്പെടുത്തിയ കഴിവുകളുള്ള 21 കുട്ടികളെ ഞങ്ങൾ രാജ്യത്തിന് പരിചയപ്പെടുത്തി. ഈ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനായി സലീം മർച്ചന്റുമായി ചേർന്ന നെറ്റ്വർക്ക് 18 ഒരുക്കിയ ഗാനം കാണാം. कैसे पॉसिबल है समझाए तो कोई, लगता कुछ अनरियल है, क्या जादू है कोई. है उम्र तो छोटी बहुत पर काम है बड़े, आने वाले कल की उम्मीदों से हो तुम जुड़े. इस हुनर की होगी कदर, रुकेगा ना अब ये सफर. हमें नाज है तुम पे नाज है. You're the brightest सितारा, तुमसे है नूर सारा. हो जीनियस यंग जीनियस तुम बेमिसाल हो, छोटी सी एज में सीरियस सच में कमाल हो. You're the brightest सितारा, तुमसे है नूर सारा. Brightest सितारा. വോട്ട് ഇരട്ടിപ്പ് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി വിശദീകരണം തേടി രമേശ് ചെന്നിത്തല ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. ശ്രീനാഥാണ് ചേരുന്നത്. ശ്രീനാഥ്,
എന്തൊക്കെയായിരുന്നു ഇന്നത്തെ കോടതി നടപടികൾ? ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായം ആരായാനാണ് ഇന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ലഭിച്ച ശേഷം മാത്രമേ ഹർജി പരിഗണിക്കുകയുള്ളൂ. അത് തിങ്കളാഴ്ച ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്ന് തന്നെ ഹർജി പരിഗണിക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ തീരുമാനം. ഇരട്ട വോട്ടിനെതിരെ 5 വട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്നും കോടതി ഇടപെടണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. മാത്രമല്ല, വ്യാജ വോട്ട് ചേർക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണം എന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ശരി, കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ചുമരെഴുത്തിൽ വലിയ പരീക്ഷണങ്ങൾ കണ്ട തെരഞ്ഞെടുപ്പ് കാലമാണ് ഇത്. ഒറ്റച്ചുമരിൽ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളാകെ വരച്ചിരിക്കുകയാണ് യുവചിത്രകാരനായ സുനു ഖാദർ. അരുവിക്കരയിലെ CPM സ്ഥാനാർത്ഥി ജി സ്റ്റീഫന് വേണ്ടിയാണ് സുനുവിന്റെ ഈ ചുമരെഴുത്ത്. ബോർഡ് എഴുതിയാൽ 100 എണ്ണം വേണ്ടിവരും. അത്രയും കാര്യങ്ങൾ എല്ലാം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒറ്റച്ചുമരിൽ എല്ലാം ഒന്നിച്ചു വരച്ചു വച്ചിരിക്കുന്നു. യുവചിത്രകാരനായ സുനു ഖാദറാണ് അരുവിക്കരയിലെ CPM സ്ഥാനാർത്ഥി ജി സ്റ്റീഫനായുള്ള ഈ ചുവരെഴുത്തിന് പിന്നിൽ. ഇങ്ങനെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ: കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ കാണിക്കുന്ന ഒരു പ്രചരണം തന്നെയാണ്, അല്ലെങ്കിൽ ഭരണത്തിന്റെ നേട്ടം കാണിക്കുന്ന ചിത്രങ്ങളാണ് ഇത് എന്നുള്ളതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിത് വരച്ചത്. അതുമാത്രമല്ല, ഞാനൊരു ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ്. കേരളത്തിൽ ഇത്രയും കാലം വന്നിരുന്ന ഗവൺമെൻറ് അധികം പരിഗണിക്കാത്ത ഒരു മേഖലയായിരുന്നു കലാ സാംസ്കാരിക മേഖല. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1000-ലേറെ കലാകാരന്മാരെയാണ് കേരളത്തിൻ്റെ ഉടനീളം ഫെലോഷിപ്പ്, വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ ഈ ഗവൺമെൻറ് തിരഞ്ഞെടുത്ത് വിവിധ ബ്ലോക്കുകളിൽ, വിവിധ പഞ്ചായത്തുകളിലായിട്ട് നിയമിച്ചത്. സർക്കാരിന്റെ ഫെലോഷിപ്പ് കിട്ടിയവരിൽ സുനുവുമുണ്ട്. വരച്ചു വളർന്ന സുനു തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നാണ് BFA പൂർത്തിയാക്കിയത്. കൊൽക്കത്ത രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടി. അരുവിക്കരയിൽ ജി സ്റ്റീഫന്റെ ജയം സുനിശ്ചിതമാണെന്നാണ് സുനുവിന്റെ പക്ഷം. ന്യൂസ് 18 അരുവിക്കര. പശ്ചിമബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. ബംഗാളിലെ 30 മണ്ഡലങ്ങളിലും അസമിലെ 47 മണ്ഡലങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുക. കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുക. വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമാണ് പശ്ചിമബംഗാളിലും അസമിലും വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. 294 അംഗ ബംഗാൾ നിയമസഭയിലേക്ക് 8 ഘട്ടമായാണ് വോട്ടെടുപ്പ്. നാളെ നടക്കുന്ന ആദ്യഘട്ടത്തിൽ 30 മണ്ഡലങ്ങൾ വിധിയെഴുതും. പുരുലിയ, ബാങ്കുറ, ജാർഗ്രാം, പൂർവ്വ മദിനിപൂർ, പശ്ചിമ മദിനിപൂർ മേഖലകളിലാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിലായി 10,788 ബൂത്തുകളാണ് ആകെയുള്ളത്. 191 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നു. കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുക. 3 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിനാണ് നാളെ അസമിൽ തുടക്കമാകുന്നത്. 47 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ വിധിയെഴുതും. 2016 BJP AGP സഖ്യം വലിയ മുന്നേറ്റം നടത്തിയ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. നടി ഷക്കീല കോൺഗ്രസിൽ ചേർന്നു. തമിഴ്നാട് കോൺഗ്രസിന്റെ മനുഷ്യാവകാശ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഷക്കീലയ്ക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും നൽകി. തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത് ഏറെ തിരക്കുണ്ടായിരുന്ന ഷക്കീല ചെന്നൈയിലാണ് താമസിക്കുന്നത്. തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 110-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മുതിർന്ന നടൻ PC സോമൻ അന്തരിച്ചു. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ധ്രുവം, കൗരവർ, 20-ാം നൂറ്റാണ്ട് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 350 നാടകങ്ങളിലും അഭിനയിച്ചു. 81 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ബോളിവുഡ് താരം സണ്ണി ലിയോണി മലയാള സിനിമയിൽ നായികയാവുന്നു. ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്യുന്ന ഷീറോ എന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം കൊച്ചിയിൽ നടന്നു. Ikigai Motion Pictures. Well, that's it. One more production company coming. നായികയായി സണ്ണി ലിയോണിയുടെ മലയാള സിനിമയിലേക്കുള്ള രംഗപ്രവേശനമാണ് ഷീറോ എന്ന ചിത്രം.
കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് സിനിമയുടെ സംവിധായകൻ. സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ബിഗ് ബജറ്റ് ചിത്രം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്യും. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഇത്. നമ്മൾ സൗത്ത് ഇന്ത്യൻ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലേക്കും വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ചിത്രീകരണത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് സണ്ണി ലിയോണി. The story is amazing and it's as simple as it gets. I think as an actor and actress, when you find a good story, then you want to see that story unfold, and that's it. പുതിയ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ ഇക്കിഗായ് മൂവീസിന്റെ ബാനറിൽ അൻസാരി നിക്സൽ, രവികിരൺ എന്നിവരാണ് ഷീറോയുടെ നിർമ്മാതാക്കൾ. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.